ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗൂഗിൾ, എനിക്ക് ആ സ്ത്രീയെ ഒന്ന് കാണണം എന്നുണ്ട്. ആരെ? നമ്മുടെ ചിപ്പിമോളുടെ അമ്മയെ. കാണാം. അല്ല, എന്തായാലും ഒരു ദിവസം കാണേണ്ടി വരുമല്ലോ. തനിക്ക് ആരുമല്ല, തന്നെ ദത്തെടുത്തതാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞപ്പോ അവരുടെ സമനില കൈവിട്ടു പോയി കാണും. ആ സ്ത്രീയുടെ എന്നല്ല, ആരുടെ ആയാലും മനസ്സ് കൈവിട്ടു പോവും. അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവിടെ വെച്ച് വീണ് മരിച്ചുപോയേന്. എന്റെ മോള് നാളെ ഞാൻ നിന്റെ അമ്മയല്ലെന്ന് ഇതുപോലെ പറഞ്ഞാ എങ്ങനെ സഹിക്കും? അമ്മ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഞാനെന്തിനാ അങ്ങനെ പറയുന്നേ? അമ്മ എന്റെ സ്വന്തം അമ്മയല്ലേ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. പ്രസവിക്കാൻ ഏതൊരു സ്ത്രീക്കും പറ്റും. പക്ഷെ പ്രസവിക്കാത്തൊരു കുഞ്ഞിന്റെ അമ്മയാകുന്നതും ആ കുഞ്ഞിനെ ഈ ലോകത്ത് മറ്റെന്തിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നതും നിസ്സാര കാര്യമല്ല. അതെല്ലാരെ കൊണ്ടും പറ്റുകയില്ല. കുഞ്ഞുനാൾ മുതൽ അവളെ താരാട്ടുപാടി ഉറക്കിയതും കൈപിടിച്ച് നടത്തിയതും അവൾക്ക് വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുത്തതും മാത്രമല്ല, ചിപ്പിമോളുടെ അനാഥത്വം ഇല്ലാതാക്കി സ്വയം അവൾക്ക് അമ്മയായി മാറിയതുമെല്ലാം ആ സ്ത്രീയുടെ ഹൃദയവിശാലത കൊണ്ട് തന്നെയാ. ചിപ്പിക്ക് അവളുടെ അമ്മയെ ഒരുപാട് ഇഷ്ടമാ. അവൾ എന്ത് പറഞ്ഞാലും അമ്മ വാങ്ങിക്കൊടുക്കും. അമ്മയ്ക്ക് അവളോട് ഒരുപാട് സ്നേഹമാ. അമ്മയുടെ അടുത്ത് നിന്ന് ഒരു ദിവസം ചിപ്പി മാറി നിൽക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. സ്ലീപ്പ് ഓവറിന് പോലും അവളെ വേറെ എങ്ങോട്ടും വിടാൻ അമ്മ സമ്മതിക്കാതിരുന്നത് അതുകൊണ്ടാ. എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ തന്നെയാ. മോളെ ഒരു ദിവസം കാണാതിരുന്നാ എന്റെ നെഞ്ചു പിടഞ്ഞു പോവില്ലേ? അതെന്ന് ചിപ്പിയുടെ വീട്ടില് സ്ലീപ്പ് ഓവറിന് പോയപ്പോ ഞാൻ കണ്ടതാ. അതുകൊണ്ടല്ലേ അമ്മയ്ക്ക് തലവേദനയും പനിയും പിടിച്ച് ആശുപത്രിയിലായത്. സത്യത്തിൽ ചിപ്പിമോളുടെ അമ്മയോട് എനിക്ക് ഒരുപാട് സഹതാപം തോന്നുന്നുണ്ട്. അവരൊരു പാവ സ്ത്രീയാ, ഒരുപാട് നന്മയുള്ളൊരു സ്ത്രീ. ചിപ്പിയും സച്ചങ്ങളും തമ്മില് വലിയ കമ്പനിയാ. ഇടയ്ക്ക് അവള് സച്ചങ്ങളിലെ കറക്കിയെടുത്ത് കാറിൽ കയറി ചുറ്റും. സച്ചങ്ങളാണെങ്കി അവള് പറയുന്നിടത്തൊക്കെ കൊണ്ടുപോവുകയും ചെയ്യും. ചോക്ലേറ്റും വാങ്ങിക്കൊടുക്കും. അവളുടെ മനസ്സിലെ അച്ഛന്റെ റോൾ മോഡലാണ് സച്ചെങ്കിൽ. അതാണ് അവക്ക് സച്ചങ്ങൾ ഇത്രയ്ക്കിഷ്ടം. ചിപ്പിമോള് നല്ല കുട്ടിയാ. അവൾക്ക് എന്നോടും വലിയ കാര്യം. അമ്മയെ പിന്നെ ആർക്കാ ഇഷ്ടമല്ലാത്തത്? എന്റെ അമ്മ അത്രയ്ക്ക് സ്വീറ്റ് അല്ലേ? അല്ലേ അച്ഛാ? അച്ഛൻ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ആ, കേട്ടു. മോള് പറഞ്ഞത് 100% ശരിയാ. മോളുടെ അമ്മയെ ആർക്കാ ഇഷ്ടമാവാത്തത്? എല്ലാവർക്കും ഇഷ്ടമാ. ചിപ്പിമോക്ക് പ്രത്യേകിച്ച്. അതുകൊണ്ടല്ലേ അന്ന് ചിപ്പിമോക്ക് ബ്ലഡൊക്കെ കൊടുത്തത്? ഗൂഗിൾ, എനിക്ക് ആ സ്ത്രീയെ ഒന്ന് കാണണം എന്നുണ്ട്. ആരെ? നമ്മുടെ ചിപ്പിമോളുടെ അമ്മയെ. കാണാം. അല്ല, എന്തായാലും ഒരു ദിവസം കാണേണ്ടി വരുമല്ലോ. അതെന്താ ഗൂഗിൾ അങ്ങനെ പറഞ്ഞ്? തന്നെ ഒന്ന് കണ്ട് നേരിട്ടൊരു താങ്ക്സ് പറയണമെന്ന് ചിപ്പിമോളുടെ അമ്മയും പറഞ്ഞിരുന്നു. അപ്പൊ പിന്നെ എന്തായാലും നിങ്ങൾ നേരിട്ട് കാണുമല്ലോ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. തമ്മിൽ കാണേണ്ടവരെ ദൈവം എപ്പോഴായാലും കൂട്ടിമുട്ടിക്കും, അതുറപ്പാ. ഹലോ,
അതെ. ചിപ്പിയുടെ അമ്മയും ഞാനും നേരിട്ട് കാണേണ്ടവരാണെന്ന് തന്നെയാ എൻ്റെ മനസ്സ് പറയുന്നത്. ഞാനൊരു നല്ല അമ്മയാണോന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ലോകത്ത് നിന്നോളം ഞാൻ മറ്റൊന്നിനെയും സ്നേഹിക്കുന്നില്ല. അമ്മയ്ക്ക് നീയാണ് മോളെ ഈ ലോകത്തെ ഏറ്റവും വലുത്. നീ ഇല്ലാതെ അമ്മയ്ക്ക് പറ്റില്ല. ഞാൻ നിന്നെ പ്രസവിച്ചിട്ടില്ലായിരിക്കാം, എന്നാലും നീ നീ എന്റെ സ്വന്തത്തെക്കാൾ സ്വന്തമായി മാറിക്കഴിഞ്ഞതാ. എന്നേക്കാൾ വലുതായി നിന്റെ മേൽ അധികാരം സ്ഥാപിക്കാൻ ഞാൻ ആരെ അനുവദിക്കുകയില്ല. ഈ ലോകത്ത് അവന്തികയ്ക്കുള്ള ഏറ്റവും വലിയ സ്വത്താ എന്റെ മോള്. ഇനി എന്റെ അടുത്ത് നിന്നും നിന്നെ അടർത്തി മാറ്റാൻ ആരെയും ഞാൻ സമ്മതിക്കില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ മടിക്കില്ല. എല്ലാവർക്കും ഞാൻ വെല്ലത്തെയായിരിക്കാം, എന്നാ നിനക്ക് മാത്രം ഞാൻ അമ്മ. നീ എന്റെ മാത്രം മോളും. നിന്റെ സ്നേഹം ഈ അമ്മ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. അമ്മ പോയിട്ട് വരാം. ഞാൻ പറഞ്ഞൊക്കെ മൂർത്തിക്ക് ഓർമ്മയുണ്ടല്ലോ. ഉണ്ട് മാഡം. നാളെ മാഡം തിരിച്ചെത്തുമ്പോൾ കാണാനും കേൾക്കാനും പറ്റുന്ന ഒരു സുന്ദരമായ വാർത്ത ഇവിടെ ഉണ്ടാവും.